നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രാജുവേട്ടനൊരു കാര്യം. നന്ദിനി, 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 എന്താ എന്താ പറ്റിയ? ഈ പാത്രം എടുത്തപ്പോ എന്റെ കൈ പൊള്ളി. നോക്കട്ടെ. അയ്യോ മോളെ, മോളെ, അയ്യോ വേഗം പോയി മേടിച്ചെടുത്തോളൂ. വേഗം പോ. നോക്കട്ടെ, എവിടെ നോക്കട്ടെ. ഇങ്ങോട്ട് വാ, കൈ കാണിക്കും. വാ വാ, ഇവിടെ ഇരിക്ക്. നോക്കട്ടെ 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 എന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. വാ. രാജുവേട്ടൻ മരുന്നെടുക്കാൻ പോയിരിക്കല്ലേ? കാണിക്കേ. പൊറട്ടെ, കൈ കാണിക്കേ. അങ്ങോട്ട് വാ. അതെ, എന്താ ഇന്ദ്രജെ അവിടെ ഒരു ശബ്ദം കേട്ടെ? അവളുടെ വലത് കൈ പൊള്ളി. ഇനി അവൾ ആ കൈ അനക്കില്ല. എന്തു പറ്റി മോളെ? അടുക്കള വെച്ച് കൈ പൊള്ളി വെച്ചാ. നന്ദിനി, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. താ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. കുഴപ്പമില്ല സർ, മരുന്ന് പുരട്ടിയതല്ലേ, ഇത് ശരിയായിക്കോളും. നീ എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ മോളെ? അകത്തൊക്കെ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അതിനിപ്പോ അടുക്കളക്കാരിയുടെ മനസ്സല്ലല്ലോ. കമ്പനി ഓണർ അല്ലേ, ഓണർ. കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ സൈനിങ് പവർ. ആ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായിട്ട് കരുതിയാ മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം അളിയന്റെ കൈവിരലുകൾ മിക്സ് ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ പറഞ്ഞ ആരെങ്കിലും അത് അഹങ്കാരത്തിന്റെ കൂലിയാണെന്ന്? അത് കഴിഞ്ഞ് അളിയന്റെ കണ്ണിന് അപകടം പറ്റിയല്ലോ. അതിനാരെങ്കിലും പറഞ്ഞോ അഹങ്കാരത്തിന്റെ കൂലിയാണെന്ന്? പറയില്ല. അപ്പോഴേക്കും ആ രണ്ടപകടം ഇവിടെ എത്തിയത് നന്ദിനി കാരണമാണോ എന്ന് അറിയാനുള്ള വ്യഗ്രതയായിരുന്നു. ഇപ്പൊ എന്താ മറിച്ചൊന്നും ചിന്തിക്കാത്തത്? നന്ദിനിക്ക് പറ്റിയ ഈ അപകടം ഈ കൂട്ടത്തിൽ ആരെങ്കിലും കരുതിക്കുട്ടി ചെയ്താണെന്ന് ചോദിക്കാത്ത എന്താ? അയ്യോ, ഇവിടെ ആർക്കും അതിന്റെ ആവശ്യമില്ല. അതെടുത്ത് മറ്റുള്ളവരുടെ തലയിലെടുത്ത് വെക്കാനും ശ്രമിക്കാൻ വേണ്ട. ഇത് ആരുടെ തലയിലാണ് വെക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തെളിവടക്കം പിടിക്കപ്പെടുമ്പോ എല്ലാവരും ഇതുപോലെ തന്നെ നിൽക്കണം. കേട്ടല്ലോ എല്ലാവരും? അടുപ്പിച്ച് 3 സംഭവങ്ങൾ, 3നും ഒരു ഉത്തരവുമില്ല.
പക്ഷേ വിത്തിൻ 24 hours ഈ കാര്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തിയിരിക്കും. എല്ലാവരും അത് ഓർമ്മ വെച്ചോ. ചേച്ചി 2 തവണ നമ്മൾ അവളുടെ മുന്നിൽ തോറ്റു. പക്ഷെ 3ാമത്തെ തവണ ഗംഭീരായി. അവളുടെ കൈ ശരിക്കും പൊള്ളിയിട്ടുണ്ട്. ഇനി എന്തായാലും ആ കൈ വെച്ച് അവൾക്ക് ഒപ്പിടാൻ പറ്റില്ല. ഇത്തവണ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇതുകൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് അവളുടെ വലത് കൈ തല്ലി ഉടച്ചേനെ. അവളെ വീഴ്ത്താൻ എളുപ്പം അടുക്കളയിലിട്ടൊരു പണി കൊടുക്കുന്ന തന്നെയാ. അത് കൃത്യമായിട്ട് കൊണ്ടു. ഇന്ദ്രജേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നന്ദിനിക്ക് അപകടം പറ്റി കഴിഞ്ഞപ്പോ അളിയൻ സംസാരിച്ചത് രണ്ടുപേരും ശ്രദ്ധിച്ച് കേട്ടല്ലോ. ആ, അളിയന് നല്ല സംശയമുണ്ട്. അളിയൻ ചിലപ്പോ നമ്മളെ കൈയോടെ പൊക്കും. ഒന്ന് മിണ്ടാതിരുന്നേ വിജയേട്ടാ. ഏട്ടൻ എന്ത് തെളിവെടുക്കാനാ? അടുക്കളയിൽ പാത്രം ചൂടാക്കാൻ വെച്ചത് നന്ദിനി. ആ കാര്യം അങ്ങ് മറന്നുപോയി അവൾ ആ പാത്രത്തിൽ പിടിച്ചു. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനി അഥവാ ചോദ്യം ചെയ്യാനായി അവൻ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിജയ്ക്ക് ഇപ്പൊ കണ്ണിന് വേദനയുണ്ടോ? വേദന കുറവുണ്ട്. കൈക്കോ? കൈയും ഒരുവിധം ഓക്കെയാണ്. എന്താ അത് ഇത്ര പെട്ടെന്ന് ശരിയായതെന്നറിയോ? നമ്മുടെ ശത്രു വീണതുകൊണ്ട്, അതിന്റെ സന്തോഷം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മമ്മിയോട് നാളെ തന്നെ 1-2 ചെക്കുകൾ ഒപ്പിടാനുള്ള കാര്യങ്ങൾ പറയണം. അപ്പ അറിയാലോ അവൾക്ക് ഒപ്പിടാൻ പറ്റുമോ ഇല്ലയോന്ന്. ഏട്ടനായതുകൊണ്ടേ പൊള്ളിയ കൈയും കൊണ്ട് അവളെ കൊണ്ടങ്ങ് ഒപ്പിടിക്കും. അങ്ങനെ ഒപ്പിട്ട ഒപ്പിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒപ്പിന് ക്ലാരിറ്റി ഇല്ലാതിരുന്ന ചെക്ക് മടങ്ങില്ലേ വിജയ്? അത് മടങ്ങും. അത്രേ മതി. അവൾ ഒപ്പിട്ട ഒരു ചെക്ക് ഒപ്പ് ശരിയില്ലാത്തതിന്റെ പേരിൽ മടങ്ങി കിട്ടിയ ബാക്കി കാഴ്ച നമ്മൾ മാറി നിന്ന് കണ്ടാ മതി. പിന്നെ പെർഫോം ചെയ്യാനുള്ളത് മമ്മിക്ക്. ആരുടെ പെർഫോമൻസ് ആണെന്ന് കണ്ടറിയാം. സൂര്യയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവന് പോലീസിനേക്കാൾ ബുദ്ധിയാണ്. രാജുട്ടാ, നന്ദിനിക്ക് അപകടം സംഭവിക്കുമ്പോ രാജുട്ടൻ എവിടെയായിരുന്നു? ഞാൻ വെറുതെ സാറേ. ആ പാത്രം സ്റ്റൗവിൽ വെച്ചാരാ? എനിക്ക് അറിഞ്ഞൂടാ സാറേ. ആ പാത്രം സാധാരണ പാചകത്തിന് ഉപയോഗിക്കുന്നതാണോ? അല്ല സാറേ, അത് പൂജാമുറി വെക്കുന്നതാ.